കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. ഒരു പക്ഷേ, മേ ബി, യഥാർത്ഥത്തിൽ, ആക്ച്വലി, തീർച്ചയായും, ഡെഫിനറ്റ്ലി, കൃത്യമായി, എക്സാക്ട്ലി, ശരി. ഈശ്വരനെ വേണോ, ഈശ്വരനിൽ നിന്നു വേണോ? കുരുക്ഷേത്ര യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് കൗരവപക്ഷത്തിനു വേണ്ടി ദുര്യോധനനും പാണ്ഡവപക്ഷത്തിനു വേണ്ടി അർജുനനും ശ്രീകൃഷ്ണന്റെ സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുന്നു. ശ്രീകൃഷ്ണന് രണ്ടു കൂട്ടരും തുല്യരാണ്. ശ്രീകൃഷ്ണൻ തന്റെ സർവസജ്ജമായ സൈന്യത്തെയോ നിരായുധനായ തന്നെയോ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകി. ദുര്യോധനൻ ശ്രീകൃഷ്ണന്റെ സൈന്യത്തെയും അർജുനൻ നിരായുധനായ ഭഗവാനെയും തെരഞ്ഞെടുക്കുന്നു. യുദ്ധത്തിൽ വിജയം കൈവരിക്കുന്നതിന് സൈന്യബലം കൂടിയേ കഴിയൂ. അതുകൊണ്ട് ദുര്യോധനൻ സൈന്യത്തെ തിരഞ്ഞെടുത്തു. അർജുനനാകട്ടെ സകലത്തിനും ഉടയവനായ ഭഗവാനെ സ്വീകരിച്ചു. തന്നെ നയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഭഗവാനിൽ അർപ്പിച്ചു. സംപ്രീതനായ ശ്രീകൃഷ്ണൻ അർജുനന്റെ തേരാളിയായി. അർജുനന്റെ ആഗ്രഹപ്രകാരം യുദ്ധക്കളത്തിൽ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ ഭഗവാൻ തേര് നിർത്തിക്കൊടുത്തു. തന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഗുരുനാഥന്മാർ, പിതാക്കന്മാർ, ബന്ധുജനങ്ങൾ മുതലായവരെ കണ്ട് അർജുനൻ തളരുന്നു. ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാതെ തളർന്നു വീണ അർജുനൻ ഭഗവാനോട്, യാതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് അത് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. ഗീത 2:7 എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ രഥത്തിന്റെ സാരഥി അർജുനന്റെ വ്യക്തിത്വത്തിന്റെ സാരഥിയായി തീർന്നു. ഗീതോപദേശത്തിലൂടെ ഭഗവാൻ അർജുനനെ ശക്തനാക്കുന്നു. അവസാനം അർജുനൻ പറയുന്നു, സംശയങ്ങൾ എല്ലാം നീങ്ങി ഞാൻ ദൃഢചിത്തനായിരിക്കുന്നു. അങ്ങയുടെ ഉപദേശപ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം. ഗീത 18:73. ധർമ്മത്തിന്റെ ച്യുതി സംഭവിക്കുന്നത് ബാഹ്യമായ യുദ്ധഭൂമിയിലല്ല, അധർമ്മം ആരംഭിക്കുന്നത് മനസ്സിലാണ്. എല്ലാ യുദ്ധങ്ങളും ആദ്യം മനസ്സിൽ വിടരുന്നു. പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കേണ്ടുന്ന നമ്മുടെ ശരീരത്തിൽ ഞാൻ എന്റേത് എന്ന വിചാരങ്ങളാണ് യുദ്ധത്തിന് കാരണം. രഥം ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചാഞ്ചല്യമുള്ള മനസ്സിനെ നിശ്ചയദാർഢ്യമുള്ള മനസ്സാക്കി ഭഗവാൻ മാറ്റിയെടുക്കുന്നു. ഈശ്വരനിൽ മനസ്സർപ്പിക്കുന്നവന്റെ അവസ്ഥയാണ് ഗീതയിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നത്. എവിടെ ഈശ്വരനിൽ മനസ്സു വെക്കുന്നു അവിടെയാണ് ജയം. ഏതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് അറിയാതെ പലതും ഈശ്വരനിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു സംസ്കാരമാണ് നാം വളർത്തിയെടുത്തിരിക്കുന്നത്. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം ഈ പ്രവണതയാണ് കാണുന്നത്. കുട്ടിയും അച്ഛനും ഒരുമിച്ച് നടക്കുമ്പോൾ കുട്ടിക്ക് അച്ഛന്റെ കൈ പിടിച്ച് നടക്കാം, അല്ലെങ്കിൽ അച്ഛന് കുട്ടിയുടെ കൈ പിടിക്കാം. കുട്ടി അച്ഛന്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് എങ്കിൽ കാല് തെറ്റിയോ തട്ടിയോ വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ അച്ഛൻ കുട്ടിയുടെ കൈ പിടിച്ചിരിക്കുകയാണെങ്കിൽ കുട്ടി വീഴില്ല. അതുപോലെ ഈശ്വരന് നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണെങ്കിൽ നാം സുരക്ഷിതരാകും. നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. അറിവില്ലായ്മ നിമിത്തം ഇരക്കാനാണ് നമുക്കിഷ്ടം. സദാ ഇരപ്പാളികളാകുന്നവരാകരുത് നാം. നമുക്ക് വേണ്ടതെല്ലാം ചോദിക്കുന്നതിനും മുമ്പ് തന്നെ ക്രമീകരിക്കുകയും കരുതുകയും ചെയ്യുന്നവനാണ് നമ്മുടെ തമ്പുരാൻ. മത്തായി 6:8. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്നു നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. നാരായണ ഗുരു. ദൈവദശകം 3. ഈശ്വരൻ പുറത്തു നിന്നുള്ള ഒരു സഹായകൻ അല്ല, എന്റെ ഉള്ളിൽ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ചൈതന്യമാണെന്ന് തിരിച്ചറിഞ്ഞ ആ ദിവ്യശക്തിയിലേക്ക് മനസ്സിനെ പൂർണ്ണമായി അർപ്പിച്ചു ജീവിക്കുന്നവർക്ക് ഏതു പ്രതിസന്ധിയെയും അനായാസം നേരിടാൻ കഴിയും. എനിക്ക് അങ്ങയെ മതി, അങ്ങയുടെ ഹിതം എന്താണെങ്കിലും അതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് ചിന്തിക്കുന്നവർക്കാണ് ജീവിതം വിജയകരമാകുന്നത്. എല്ലാ വികാരങ്ങളും വിഷമങ്ങളും ഇറക്കി വെക്കാൻ പറ്റുന്ന അഭയ കേന്ദ്രമാണ് നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ. ഈശ്വരൻ എപ്പോഴും കൂടെയുണ്ട് എന്ന അവബോധത്തിൽ ആയിരിക്കുന്നവന് ഒന്നുകൊണ്ടും ആകുലപ്പെടേണ്ടി വരില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 23:1.
ആചാരവും അനുഷ്ഠാനവും. നമ്മുടെ ആത്മീയത കർശനമായ കുറെ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോകുന്നില്ലേ എന്ന് സംശയിക്കുന്നു. കടം തീർക്കലിനു വേണ്ടി പലതും ചെയ്യുന്നു എന്നല്ലാതെ അതിലൊരു ആത്മീയാനുഭൂതി കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? വളരെ ദീർഘമായ ചടങ്ങുകൾ, ഉള്ളിൽ തട്ടാതെ നീണ്ട പ്രസംഗങ്ങൾ, റെഡിമെയ്ഡ് പ്രാർത്ഥനകളുടെ യാന്ത്രികമായ ആവർത്തനം, ആധുനിക വാദ്യോപകരണങ്ങളുടെയും വെടി, പടക്കം, ചെണ്ട മുതലായവയുടെയും ശബ്ദകോലാഹലങ്ങൾ, മിന്നിത്തിളങ്ങുന്ന രാജകീയ വേഷവിധാനങ്ങൾ, തെക്കോട്ട് തിരിയണം, കിഴക്കോട്ട് തിരിയണം, എഴുന്നേറ്റ് നിൽക്കണം മുതലായ കർമ്മ നിയമങ്ങൾ, ഇവയൊക്കെ യഥാർത്ഥ പ്രാർത്ഥനാ അനുഭവത്തിനും ധ്യാനത്തിനും സഹായകമാകുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ ആചാര അനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം ഈശ്വരനെ പ്രാപിക്കലാണ്. ഈശ്വരൻ പുറമേ നിന്നുള്ള ഒരു സഹായകൻ അല്ല, എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവാണ്. യോഹന്നാൻ 4:24. ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും നിലനിർത്തുന്ന ശക്തിയാണ്. ആ ശക്തിയുടെ പ്രകടനമാണ് നമ്മുടെ ജീവൻ. അതിന്റെ അഭാവത്തിൽ ഈ ശരീരം വെറും ജഡമാണ്. ആത്മാവായ ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. 1 കൊറിന്തോസ് 3:16, 6:19. അവനവനിലെ ദിവ്യതയെ അറിയാനും അനുഭവിക്കാനും അവനവന്റെ ഉള്ളിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. നാം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ പരിപാലിക്കുന്ന സ്നേഹപിതാവാണ് നമ്മുടെ ദൈവം. മത്തായി 6:8. ഉടുതുണിയില്ലാതെ പിറന്നു വീണ എനിക്കായി അമ്മയിൽ അന്നം കരുതി വച്ചതും ആദ്യമായി ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ നിർദ്ദേശവും ത്രാണിയും നൽകിയതും കഴിച്ച അന്നത്തെ മാംസവും അസ്ഥിയും രക്തവും ഒക്കെയായി മാറ്റുന്നതും വേറെ ആരുമല്ല. ഈ നിമിഷം വരെ വേണ്ടതെല്ലാം തന്ന് നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ഉൾപ്രകാശമായ തമ്പുരാനെ നമ്മിൽ നിന്ന് അടർത്തിയെടുത്ത് അങ്ങ് ആകാശത്തിനപ്പുറത്ത് ഏതോ സാങ്കല്പിക സ്വർഗത്തിൽ പ്രതിഷ്ഠിച്ച് ആ തമ്പുരാന്റെ മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് പല ആചാരാനുഷ്ഠാനങ്ങളിലും കാണുന്നത്. ഞങ്ങളെ കാക്കണേ, അലിവു കാട്ടണമേ, ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണമേ, രോഗം വരുത്തല്ലേ, നല്ല വിളവ് തരയണേ. ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം തമ്പുരാനെ ട്യൂഷൻ കൊടുക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അലറി വിളിച്ച് തമ്പുരാനെ താഴെ ഇറക്കി പറയുന്ന പണിയൊക്കെ ചെയ്യിക്കുന്ന കാഴ്ചകളും കാണാറുണ്ട്. എന്നാൽ ഈ തമ്പുരാന്റെ ഹിതത്തിന് യാതൊരു പ്രാധാന്യവും നൽകി കാണാറില്ല. നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. ഗലാത്തിയ 2:16. കർത്താവ് അരുളി ചെയ്തു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും ആദരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്റെ നേർക്കുള്ള ഇവരുടെ ശക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ്. ഏശയ്യ 29:13. മത്തായി 15:8-9. വെറും അധര വ്യായാമവും ശാരീരിക വ്യായാമവും ആത്മീയതയുടെ ഭാഗമല്ല. കരുണാർദ്രമായ സ്വയം ദാനമാണ് സ്വജീവിതത്തിലൂടെ ഉടനീളം യേശു കാണിച്ചു തരുന്നത്. അന്യജീവന് വേണ്ടി സ്വജീവിതം ധന്യമാക്കാനുള്ള ആഹ്വാനമാണ് അവിടുന്ന് നൽകിയത്. തന്റെ വലിജീവിതത്തിന്റെ സമാപനമായ കുരിശിലെ യാഗം അനുസ്മരണമായി തന്റെ ശിഷ്യർക്ക് അപ്പവും വീഞ്ഞും പകുത്തു നൽകുന്ന അന്ത്യത്താഴ ചടങ്ങ് ഏറ്റവും ലളിതമായിരുന്നു. തന്റെ ശിഷ്യരോട് പറയാനുണ്ടായിരുന്നത് ഇതു മാത്രമാണ്: നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ഇതുപോലെ ചെയ്യുവിൻ. ആ അനുഷ്ഠാനത്തിന് പട്ടുവസ്ത്രങ്ങളോ മറ്റു ആഘോഷങ്ങളോ ഇല്ലായിരുന്നു. തന്റെ അമ്മ തുന്നിക്കൊടുത്ത ഒരേ ഒരു ഉടുപ്പ് ധാരാളമായിരുന്നു. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. ഹോസിയ 6:6. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8, 4:16. അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയുംക്കാൾ മഹനീയമാണ്. മാർക്കോസ് 12:33. ആത്മീയ വളർച്ചയ്ക്ക് ആചാര അനുഷ്ഠാനങ്ങൾ സഹായകമാണ് എന്നതിൽ തർക്കമില്ല. ആചാരത്തെ അറിവിന്റെ നിറവിൽ ബോധപൂർവം അനുഷ്ഠിക്കുമ്പോൾ ആസ്വാദ്യകരവും അനുഭവവുമായി തീരും. ജ്ഞാനവും അനുഷ്ഠാനവും ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്. 2 ചിറകുകളും ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആത്മീയവും ഭൗതികവുമായ ഉന്നതി പ്രാപിക്കുകയുള്ളൂ. കാലം. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള അപ്പോഴും തന്റെ സമീപത്തുകൂടി പറക്കുന്ന പ്രാണികളെ അകത്താക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നു. പാമ്പ് തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും തന്റെ ജീവിതത്തിന്റെ അന്ത്യം അടുത്തെന്നും അറിയാതെ അപ്പോഴും തവള ഭോഗങ്ങളിൽ ആസക്തിയോടെ നിൽക്കുന്നു.
ചശുശ്രവണ ഗളസ്തമാം ദർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. എഴുത്തച്ഛൻ, അധ്യാത്മരാമായണം. ഇതുപോലെ നമ്മുടെ ജീവിതം കാലമാകുന്ന പാമ്പിന്റെ വായിലാണെന്ന് നാം അറിയുന്നില്ല. ഓരോ നിമിഷവും നാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും കാലമാകുന്ന പാമ്പിനെ പരാജയപ്പെടുത്താൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മുത്തച്ഛനും നാം ജീവിക്കുന്നത് പോലെ അടിച്ചു പൊളിച്ച് ജീവിച്ച് വരായിരുന്നു. അവരൊക്കെ ഇന്ന് എവിടെ? ഓരോ നിമിഷവും മുമ്പോട്ട് പോകുമ്പോഴും മരണമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് അത്രയും അടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ഒരു ദിവസം നമ്മെ വിട്ടുപിരിയുന്നതാണെന്ന് നാം ഓർക്കാറില്ല. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് സദൃശ്യമാണ്. ചുടുകാറ്റടിക്കുമ്പോൾ അത് വീണുപോകും. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമാകും. സങ്കീർത്തനം 103:15-16. ഏറ്റവും വിലപ്പെട്ടതായി കരുതി പരിപാലിക്കുകയും അതിന്റെ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ ശരീരം ഒരു നാൾ മണ്ണിനടിയിൽപ്പെട്ട് കൃമികൾക്ക് ആഹാരമാവാനോ അഗ്നിയിൽ ഭസ്മമാകാനോ ജന്തുക്കൾക്ക് ഭക്ഷണമാകാനോ ഉള്ളതാണ്. ഈ നശ്വരമായ ദേഹത്തിൽ അതിനെ നിലനിർത്തുന്ന അനശ്വരമായ ദേഹി ആത്മാവ് ഉണ്ട് എന്ന് തിരിച്ചറിയണം. ജനന മരണങ്ങൾ ശരീരത്തിന് മാത്രമാണ്. ആത്മാവ് എന്നും ഉള്ളതാണ്. അത് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഞാൻ എന്നത് നശ്വരമായ ഈ ദേഹം അല്ല, അനശ്വരമായ ആത്മാവാണ്. ഈ ദേഹം ആത്മാവിന്റെ ആലയമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം നമ്മുടെ മഹത്വം മനസ്സിലാക്കി ജീവിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദേഹവും നമ്മളുമായി ഉറ്റബന്ധം പുലർത്തുന്ന മാതാപിതാക്കൾ, ജീവിത പങ്കാളികൾ, മക്കൾ, കൊച്ചുമക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിങ്ങനെ നാം സ്വന്തമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവയെല്ലാം കാലം നമ്മിൽ നിന്ന് വേർപെടുത്തും. അവയോടെല്ലാം ഇടപഴകുമ്പോഴും അവയെല്ലാം എന്നിൽ നിന്ന് അന്യമാണെന്നും അവയോട് മനസ്സ് ഒട്ടിപ്പോകരുതെന്നും ഓർമ്മിക്കണം. ഉടമസ്ഥതാബോധം പാടില്ല. വിശ്വസ്തരായ കാര്യസ്ഥർ ആകാൻ ശ്രമിക്കാം. ഒരിക്കലും നമ്മെ വിട്ടുപിരിയാത്ത അനന്യമായ ഒരു ശക്തിയിലാണ് നാം നിലനിൽക്കുന്നതെന്നും ആരെല്ലാമോ എന്തെല്ലാമോ വിട്ടുപോയാലും ആ ശക്തി ചൈതന്യം എപ്പോഴും കൂടെയുണ്ടെന്ന തിരിച്ചറിവോടെ ജീവിച്ചാൽ എന്തിന്റെയും വേർപിരിയൽ നമ്മെ തളർത്തില്ല. അതായത് നമ്മിൽ അന്തർലീനമായിരിക്കുന്ന ഈശ്വര ശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ അനുകൂലമോ പ്രതികൂലമോ ആയ അനുഭവങ്ങൾ നമ്മെ ബാധിക്കില്ല. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിലേക്ക് മനസ്സിനെ നിരന്തരം തിരിച്ചുവിട്ട് അതിൽ ലയിച്ചു ചേരേണ്ടവരാണ് നാം. ഈശ്വരാർപ്പിതമായ ഒരു മനസ്സിനെ രൂപപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്കുള്ളവയും നമുക്കുള്ളവരും എന്നും കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നൽകി ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. ഈശ്വരൻ തന്ന ഒരു ജന്മദിന സമ്മാനമാണ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഈ ദിവസം ഒരു പ്രഭാത സമ്മാനമാണ്, മോർണിംഗ് ഗിഫ്റ്റ്. അത് മനസ്സിലാക്കി ഈ നിമിഷം നമ്മിലെ ധന്യതയെ നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കാം. നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും സ്നേഹവും പ്രകടിപ്പിച്ച് ജീവിക്കാം. ജീവിതത്തെ നിരീക്ഷിക്കുക. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം. ജീവിതം ആസ്വദിക്കുവാനുള്ളതാണ്. അതൊരു ഉത്സവമാക്കി തീർക്കണം. ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയെ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ
Download ShareChat. നല്ലൊരു ചിന്ത. അയാൾ ദാനശീലനായിരുന്നു. ദിവസവും ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സഹായം നൽകും. രോഗികൾ, കൂലിവേലക്കാർ തുടങ്ങിയ എല്ലാവരെയും പരിഗണിച്ചിരുന്നു. യാചകർക്ക് സഹായം നൽകുന്ന ദിവസം ഒരു യുവാവ് യാചകവേഷം കെട്ടിയെത്തി. ആളുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അയാൾക്കൊന്നും കിട്ടിയില്ല. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കാണ് അടുത്ത ദിവസം സഹായം എന്നറിഞ്ഞ യുവാവ് അന്ന് മുടന്തിയെത്തി. അന്നും ആളുകൾ തിരിച്ചറിഞ്ഞു. പലതവണ പല വേഷം കെട്ടിയെങ്കിലും യുവാവിന് ഒന്നും കിട്ടിയില്ല. അവസാനം മൃതസംസ്കാരം നടത്തുന്ന ആളുമായി യുവാവ് കരാറുണ്ടാക്കി. തന്നെ ശവം ചുമക്കുന്നത് പോലെ ചുമക്കണം. ശവം കാണുമ്പോൾ അത് സംസ്കരിക്കാനുള്ള പണം അദ്ദേഹം നൽകും. പറഞ്ഞ പോലെ സംഭവിച്ചു. തൻ്റെ വീടിന് മുന്നിലൂടെ കൊണ്ടുപോയ മൃതദേഹത്തിന് സമീപം അദ്ദേഹം കുറച്ച് പണം വച്ചു. ശവം ചുമക്കുന്നവർ എടുക്കും മുൻപേ യുവാവ് അത് ചാടിയെടുത്തു. എന്നാൽ പണം വെച്ചയാൾ അത് തിരിച്ച് മേടിച്ച് നടന്നകന്നു. അർഹത കൊണ്ട് നേടേണ്ടവ കൗശലം കൊണ്ട് പിടിച്ചു പറിക്കാനാകില്ല. യോഗ്യത കൊണ്ട് നേടുന്നതിനെല്ലാം ചില ഗുണങ്ങളുണ്ട്. അത് സമ്മാനത്തിന് മൂല്യം വർദ്ധിപ്പിക്കും. അർഹതയുള്ളവർക്ക് മാത്രമേ ലഭിക്കൂ എന്ന് ഉറപ്പുള്ള ഏതിനോടും ആളുകൾ ആദരവോടെ മാത്രമേ പ്രതികരിക്കൂ. അത് ബഹുമതിയായാലും ദാനമായാലും. അർഹരായവരൊന്നും ആ വഴിക്ക് വരില്ല. ഇത് തങ്ങൾക്കുള്ളത് അല്ല എന്ന് വിശ്വസിച്ച് അവർ വഴിമാറി സഞ്ചരിക്കും. ആഗ്രഹമുള്ളവരെല്ലാം അത് തങ്ങളിലേക്ക് എത്തിക്കാൻ യഥാർത്ഥ ബോധത്തോടെ ഒരുക്കങ്ങൾ നടത്തും. ബഹുമതിയാണെങ്കിൽ അത് നേടാൻ അവർ സ്വയം ഒരുങ്ങും. പൊതുവിതരണമാണെങ്കിൽ തങ്ങളുടെ അവസരത്തിനു വേണ്ടി കാത്തിരിക്കും. നല്ലൊരു ചിന്ത. പുലരിയിൽ ഒരാൺകുട്ടി കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. അവിടെ ആയിരക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങൾ കരയ്ക്കടിഞ്ഞിട്ടുണ്ടായിരുന്നു. തീരത്തേക്കുള്ള കടലിന്റെ പ്രവാഹം നിലച്ചിരുന്നതിനാൽ ആ നക്ഷത്ര മത്സ്യങ്ങൾ അത്രയും കത്തുന്ന സൂര്യന് താഴെ നിസ്സഹായരായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ആൺകുട്ടി ഓരോരോ നക്ഷത്ര മത്സ്യങ്ങളായി എടുത്ത് പതിയെ കടലിലേക്ക് അവയെ തിരിച്ചെറിയാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് അതുവഴി വന്ന ഒരു മനുഷ്യൻ ആ കുട്ടിയെ കളിയാക്കിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു: "നീ എന്തിനാണ് ഇങ്ങനെ സമയം കളയുന്നത്? നോക്കൂ, ഈ കടൽ തീരത്ത് ആയിരക്കണക്കിന് നക്ഷത്ര മത്സ്യങ്ങളുണ്ട്. നിനക്ക് അവയെ എല്ലാത്തിനെയും രക്ഷിക്കാൻ കഴിയുമോ? നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്?" ഒരു നിമിഷം നിന്ന ശേഷം സാവധാനത്തിൽ കുനിഞ്ഞ് അടുത്ത നക്ഷത്ര മത്സ്യത്തിനെ എടുത്ത് പതിയെ കടലിലേക്ക് എറിഞ്ഞതിന് ശേഷം ആ മനുഷ്യനെ നോക്കി കുട്ടി പറഞ്ഞു: "തീർച്ചയായും ഈ പ്രവൃത്തി കൊണ്ട് ആ നക്ഷത്ര മത്സ്യത്തിന് ഒരു മാറ്റമുണ്ടായി." ഇത് പറഞ്ഞതിന് ശേഷം തുടർന്നും അവൻ തന്റെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അല്പമൊരു ഞെട്ടലോടെയെങ്കിലും കാര്യം മനസ്സിലാക്കിയ ആ മനുഷ്യൻ സാവധാനത്തിൽ കുനിഞ്ഞ് ഓരോരോ നക്ഷത്ര മത്സ്യങ്ങളെയായി എടുത്ത് ആ കുട്ടി ചെയ്യുന്നത് പോലെ കടലിലേക്ക് എറിയാൻ തുടങ്ങി. നമുക്ക് ഈ ലോകത്തെ ഒന്നാകെ മാറ്റിമറിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ചെറിയ പ്രവൃത്തികൾ കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ ലോകം കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ കഴിയും. പുലരിയിൽ ഒരാൺകുട്ടി
പറഞ്ഞ പണമോ വിദ്യാഭ്യാസമോ അത് ഈ ലോകം മൊത്തം ചുറ്റിക്കണ്ട അറിവല്ല, മറ്റൊരാളെ വേദനിപ്പിക്കാതെ സംസാരിക്കാനും പെരുമാറാനുമുള്ള കഴിവാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ, കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം, കുരുവാൽ പറവകൾ നീന്തി നടക്കും നഗര സൈറ്റിൽ നീരാടാം. ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. Download ShareChat. ഒത്തിരി സ്വപ്നങ്ങൾ പൂച്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വണ്ണങ്ങൾ. ഒത്തിരി സ്വപ്നങ്ങൾ പൂച്ചെപ്പിലൊ ഒളിച്ചു കളി ഒത്തിരി സ്വപ്നങ്ങൾ പൂച്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വണ്ണങ്ങൾ. ഒത്തിരി സ്വപ്നങ്ങൾ പൂച്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വണ്ണങ്ങൾ. കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം, കറുവാൽ പറവകൾ നീന്തി നടക്കും നഗര സരിത്തിൽ നീരാടാം. ഒത്തിരി സ്വപ്നങ്ങൾ പൂച്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വണ്ണങ്ങൾ. മാറിവില്ലിലൊരു പാട്ടിൻ ശ്രുതി വെറുതെ മീട്ടാം, നാട്ടുമൈനയുടെ കൂട്ടിൽ ഒരു തിരിയായി മിന്നാം. രാത്രി ലില്ലിയുടെ മാറിൽ പൂമഴയായി പൊഴിയാം, രാഗവേണുവിലേതോ സ്വരമധുരം തിരയാം. ഒരു പാട്ടിൻ ചിറകേറി പതിയെ പാറാം, മധു തേടും വണ്ടായി മൂളി തൊടിയിൽ തുള്ളാം. അനുരാഗ കടലിൽ തിരയാൻ മലർമാസ പനി നീർമുകിലായി മഴ വീഴാ മരുവിൻ മണലിൽ ഈ ജന്മം പെയ്തൊഴിയാം. ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വണ്ണങ്ങൾ.
കുളിരിതളും തേനും പാതിമായും ഒരു രാവിൽ നറുമേഴി നീർ മുത്തും നെഞ്ചിനുള്ളിൽ ഒളി തഞ്ചും കിളിമൊഴിയും പാട്ടും പഞ്ചവർണ്ണ മുകിൽ തൂകും പ്രണയാമൃതവും ഇനി എങ്ങും നിറമൂലം നിമിഷം മാത്രം ഇതൾ മൂടും പീലി തൂവൽ ശിശിരം മാത്രം ഒരു നോക്കും വാക്കും തീർന്നാൽ പദമോനി പാതി നടന്നാൽ കൊഴിയാതെ കൊഴിയും നമ്മുടെ ഇത്തിരി ജന്മം ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൻ ചേർക്കേറാം കുറുവാൻ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ നീരാടാം ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ ഒത്തിരി 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 സ്വപ്നങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ